Hi everyone. In today's lecture I will be discussing about pure virtual functions and the concept of virtual destructors and virtual constructors. Virtual function that is defined in a base class will have no definition and it is usually referred to as a do nothing function. We can also write a do nothing function like this, that is virtual void display equal to 0. Okay, till now we haven't followed this syntax. We usually write like this, virtual void display, then empty parenthesis, that is there is no body, empty parenthesis will be there. Instead of empty parenthesis we are assigning a value 0, then this function is called a pure virtual function. Okay, so we can say that a function that is defined in base class and has no definition related to base class can be considered as a pure virtual function. Okay, so it is defined in the base class and there is no definition with respect to base class. Okay, and the derived classes should give definition for this virtual function or they should redefine it as pure virtual function. Another point is that we cannot create objects of the class in which a function is declared as pure virtual function. അതായത് ഒരു ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ പ്യുവർ വെർച്വൽ ഫംഗ്ഷനായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് സച്ച് ക്ലാസ്സസ് ആർ റെഫേർഡ് ടു അസ് abstract base class. Okay, we have learned this concept in the earlier topics, so this is called abstract base class. Okay, the main objective of abstract base class is thus to transfer the traits from base class to derived class and create base class pointers to implement the concept of runtime polymorphism. Okay, so that is pure virtual function. Now we will see one example. So this is an example of pure virtual function. Name of the class is Balaguruswamy and there is a public virtual function declared and it is assigned virtual void example equal to 0. So this is a do nothing function. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബേസ് ക്ലാസ്സിലെ ഫങ്ഷൻസ് യൂഷ്വലി നമ്മൾ ഒരു ബേസ് പോയിന്റർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ട്രേറ്റ്സ് ഡിറൈവ്ഡ് ക്ലാസ്സിന് ട്രാൻസ്ഫർ ചെയ്യാനും വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡെഫിനേഷൻസ് യൂഷ്വലി ഡിറൈവ്ഡ് ക്ലാസ്സുകാരാണ് കൊടുക്കാറ്. ഓക്കെ, അപ്പോൾ ഇവിടെയും വെർച്വൽ ഫങ്ഷന് ഡെഫിനേഷനൊന്നുമില്ല, ഡു നത്തിങ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് അതിനെ പ്യുവർലി വെർച്വൽ ഫംഗ്ഷൻ ആക്കാൻ വേണ്ടി ഈക്വൽ ടു 0 എഴുതി. ഓക്കെ, നൗ ഇറ്റ് ഹാസ് ബിക്കം എ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ എൻ്റെ സിൻടാക്സ്. ഓക്കെ, നൗ ഡിറൈവ്ഡ് ക്ലാസ് സി പബ്ലിക് ബാലഗുരുസ്വാമി. ഓക്കെ, അപ്പം പബ്ലിക്കിൽ ഇൻഹെറിറ്റ് ചെയ്യാണ് സി എന്ന ക്ലാസ്. അതിനകത്ത് വോയിഡ് എക്സാമ്പിൾ സെയിം ഫങ്ഷൻ ഇവർ റീഡിഫൈൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, സി റിട്ടേൺ ബൈ ബാലഗുരുസ്വാമി എന്ന് കൊടുത്തു, ക്ലാസ് ക്ലോസ് ചെയ്തു. ദെൻ സെക്കൻഡ് ക്ലാസ് ഇസ് ക്ലാസ് ഊപ്സ് അഗെയിൻ പബ്ലിക് ബാലഗുരുസ്വാമി. അപ്പോൾ സെയിം ക്ലാസ്സിൽ നിന്ന് രണ്ട് ക്ലാസ്സും ഇൻഹെറിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ പബ്ലിക് ഇൻഹെറിറ്റൻസ് ആണ്. ഇവിടെയും ഏത് ഫങ്ഷൻ റീഡിഫൈൻ ചെയ്യണം? വോയിഡ് എക്സാമ്പിൾ റീഡിഫൈൻ ചെയ്തു. ഇവിടെ എന്താണ് ഡെഫിനിഷൻ? സി ഔട്ട് C++ written by Balaguruswamy. That is the definition given for example here and class is closed. Now from the main function we are creating an array, pointer array of size 2 because we know that there are two derived classes, so we need 2 pointers. അല്ലേ, ബേസ് ക്ലാസ്സിൻ്റെ 2 പോയിന്റർ വേണം. സോ അതിനുവേണ്ടി വി ആർ ക്രിയേറ്റിംഗ് ബേസ് ക്ലാസ് പോയിന്റർ അറേ. ബേസ് ക്ലാസ് പോയിന്ററിൻ്റെ ഒരു അറേ ഡിക്ലെയർ ചെയ്തു. സോ ബാലഗുരുസ്വാമി ഇസ് ദ നെയിം ഓഫ് ദ ബേസ് ക്ലാസ്, സ്റ്റാർ അറേ ഇസ് ദ നെയിം ഓഫ് ദ അറേ ആൻഡ് ഓഫ് സൈസ് 2. ഓക്കെ, നൗ വി ആർ ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് സി. സിയുടെ ഒരു ഒബ്ജക്റ്റ് ഇസ് E1. ദെൻ വി ആർ ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് ഊപ്സ് ദാറ്റ് ഇസ് E2 ആൻഡ് ഫസ്റ്റ് അറേ ഓഫ് 0, അതായത് ആദ്യത്തെ
അറേ ഓഫ് 0 എന്ന് പറഞ്ഞാൽ അതൊരു പോയിന്ററാണ്. ആദ്യത്തെ പോയിന്ററിൽ ആരുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തു? ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ, അതായത് സി എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് E1 സ്റ്റോർ ചെയ്തു. അറേ ഓഫ് 1, അതായത് സെക്കൻഡ് പോയിന്ററിൽ എന്തിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തു? സെക്കൻഡ് ഒബ്ജക്റ്റ്, അതായത് E2 സ്റ്റോർ ചെയ്തു. നൗ വി ആർ ഗോയിങ് ടു ഇൻവോക്ക് എക്സാമ്പിൾ ഫങ്ഷൻ. ആദ്യം അറേ ഓഫ് 0 എക്സാമ്പിൾ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ വി നോ ദാറ്റ് അറേ ഓഫ് 0 എക്സാമ്പിൾ എന്ന് വിളിക്കുമ്പോൾ വിച്ച് ഫങ്ഷൻ വിൽ ബി ഇൻവോക്ഡ്? ഫസ്റ്റ് സി എന്ന ക്ലാസ്സിലെ ഫങ്ഷൻ ഇൻവോക്ഡ് ആവും. ദെൻ അറേ ഓഫ് 1 ആരോ ഓപ്പറേറ്റർ എക്സാമ്പിൾ എന്ന് വിളിച്ചു. അപ്പോൾ സെക്കൻഡ് ഊപ്സ് എന്ന ക്ലാസ്സിലെ ഫങ്ഷൻ ഇൻവോക്ഡ് ആവും. അപ്പോൾ C++ റിട്ടൺ ബൈ ബാലഗുരുസ്വാമി എന്ന് പ്രിൻ്റ് ചെയ്യും. ആദ്യം സി റിട്ടൺ ബൈ ബാലഗുരുസ്വാമി എന്ന് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, സോ അത്രയും get ക്ലോസ് ചെയ്തു. നൗ ദ ഔട്ട്പുട്ട് ഈസ് C written by Balaguruswamy, C++ written by Balaguruswamy. Okay, another topic is virtual constructors and destructors. In the case of virtual constructors, it is actually not possible in C++. That is, it is not possible to declare a constructor as virtual in C++. That is, virtual constructors എന്ന കൺസെപ്റ്റ് C++ൽ പോസിബിൾ അല്ല. കാരണം നമുക്കറിയാം കൺസ്ട്രക്ടേഴ്സ് ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും വേറൊരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ഒരിക്കലും ബേസ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ ഇൻവോക്ഡ് ആവില്ല. അപ്പോൾ ബേസ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ വെർച്വലായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൺസെപ്റ്റ് ഇസ് നോട്ട് ദെയർ ഇൻ C++. ബട്ട് എബൌട്ട് ഡിസ്ട്രക്ടേഴ്സ്, ദിസ് ഇസ് സപ്പോർട്ടഡ് ഇൻ C++. Virtual destructors is feasible in C++. And we can see one situation in which virtual destructors are used. That is, in case of inheritance, the order in which the hierarchy is followed in inheritance. അതായത് ഡിസ്ട്രക്ടേഴ്സ് ഇൻഹെറിറ്റൻസിൽ ഹൈറാർക്കിക്കൽ ഓർഡറിലാണോ ഡിസ്ട്രക്ടേഴ്സ് വർക്ക് ചെയ്യണമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വെർച്വൽ ഡിസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്ത് ഉള്ള എക്സാമ്പിൾ നോക്കാം. So one situation in which virtual destructors are used is in case of inheritance. We can use virtual destructors to make sure that destructors are executed in the order of hierarchy. So consider this example. Class A, public tilde sign A കൊടുത്തു കഴിഞ്ഞാൽ what is this? This is the format for declaring destructor. Okay. ഇപ്പോൾ നമ്മൾ ഡെഫിനേഷൻ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് കമൻറ്റ് ഇട്ട് ബേസ് ക്ലാസ് ഡിസ്ട്രക്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ബേസ് ക്ലാസ് ഡിസ്ട്രക്ടർ ആൻഡ് ക്ലാസ് ക്ലോസ് ചെയ്തു. ദെൻ ക്ലാസ് ബി വിച്ച് ഇസ് പബ്ലിക്ലി ഇൻഹെറിറ്റഡ് ഫ്രം എ, അതിനകത്ത് പബ്ലിക്കായിട്ട് ക്ലാസ് ബിയുടെ ഡിസ്ട്രക്ടർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഡെഫിനേഷൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഡിറൈവ്ഡ് ക്ലാസ് ഡിസ്ട്രക്ടർ, ദെൻ ക്ലോസ് ചെയ്തു. ദെൻ ഫ്രം മെയിൻ വി ആർ ഡിക്ലെയറിംഗ് pointer of base class A star ptr and we are assigning the address of derived class object to base class pointer. Okay, ഈ ഒറ്റ സിംഗിൾ സെൻറ്റൻസ് വഴി തന്നെ നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് ബേസ് ക്ലാസ് പോയിന്ററിലായിട്ട് സ്റ്റോർ ചെയ്യാം. യൂഷ്വലി നമ്മൾ 2 സ്റ്റെപ്പായിട്ട് എഴുതാറുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് സിംഗിൾ സെൻറ്റൻസ് ടു കോപ്പി ദ അഡ്രസ് ഓഫ് ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റ് ടു base class pointer. Now we are deleting ptr. Actually when you call delete ptr, ഇവിടെ ഇപ്പോൾ ptrലുള്ളത് ആരുടെ അഡ്രസ്സാണ്? ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റിൻ്റെ. പക്ഷേ ഇവിടെ ptr ബേസ് പോയിൻ്ററാണ്. ഡിലീറ്റ് ptr വിളിക്കുമ്പോൾ ഇവിടെ ഏത് ഡിസ്ട്രക്ടറാണ് ഇപ്പോൾ ഇൻവോക്ഡ് ആവുന്നത്? ബേസ് ക്ലാസ്സിലെ ഡിസ്ട്രക്ടർ. ഓക്കെ, സോ ബേസ് ക്ലാസ്സിലെ ഡിസ്ട്രക്ടറാണ് ഇപ്പോൾ ഇൻവോക്ഡ് ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഹൈറാർക്കി ഫോളോ ചെയ്യണമെങ്കിൽ ഏത് ഡിസ്ട്രക്ടറാണ് ഇൻവോക്ഡ് ആവേണ്ടത്? ഇപ്പോൾ ഇതിനകത്ത് ആരുടെ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സാണോ ഉള്ളത് അതാദ്യം ഡിസ്ട്രോയ് ചെയ്യണം. അതിനുശേഷം ബേസ് ക്ലാസ്, അതായത് എ ബേസ് ക്ലാസ് ആണ്, ബി ഡിറൈവ്ഡ് ക്ലാസ് ആണ്. ബട്ട് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ അസൈൻ ചെയ്തതെല്ലാം ഡിസ്ട്രോയ് ചെയ്തതിന് ശേഷം ബേസ് ക്ലാസ് ഡിസ്ട്രോയ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഏതാണ് ആദ്യം ഡിസ്ട്രോയ് ആവുന്നത്? എ എന്ന ക്ലാസ്സിൻ്റെ ഡിസ്ട്രക്ടറാണ് ആദ്യം ഇൻവോക്ഡ് ആവുന്നത്. അപ്പം ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് കൺസെപ്റ്റ് യൂസ് ചെയ്യാം?
virtual destructor എന്ന concept use ചെയ്യാം. Like we have used in case of virtual functions, we can declare destructor to be virtual. Okay, അപ്പോൾ നമ്മൾ വെർച്വൽ ഫംഗ്ഷനിൽ പറഞ്ഞ അതേ കൺസെപ്റ്റ് എവിടെയും യൂസ് ചെയ്യാൻ പോവാണ്, വെർച്വൽ ഡിസ്ട്രക്ടേഴ്സിൽ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് ചേഞ്ച് വരും ഇവിടെ ഒരു ചെറിയ ചേഞ്ച് വരും. വെർച്വൽ then tilde sign a then definition. Okay, so now if you write the same code and if you delete ptr, delete is an operator that is used to deallocate memory associated with object. Okay, delete new നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് delete? It is opposite to new. New is used to create an object and allocating memory for it, whereas delete will deallocate memory and free the memory allocated to that object. ptr point ചെയ്യുന്ന ഏത് ഒബ്ജക്റ്റിലായിട്ടാണോ അതിനുള്ള മെമ്മറി deallocate ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ഡിലീറ്റ് പി ടി ആർ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? പി ടി ആർ ഇപ്പോൾ ആരുടെ അഡ്രസ്സാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റിൻ്റെ. സോ ഡിലീറ്റ് പി ടി ആർ വിളിക്കുമ്പോൾ ഏത് ഒബ്ജക്റ്റിൻ്റെ മെമ്മറിയാണ് ഡിഅലോക്കേറ്റഡ് ആവുന്നത്? ഡിറൈവ്ഡ് ക്ലാസിൻ്റെ. ഓക്കെ, കാരണം എന്താണ്? ഡിറൈവ്ഡ് ക്ലാസ് ബി. ബിക്കോസ് നൗ our destructor function of base class is declared as virtual. Virtual ആയതുകൊണ്ട് ഡിലീറ്റ് പി ടി ആർ വിളിക്കുമ്പോൾ ഏതിൻ്റെ അഡ്രസ്സാണോ ഉള്ളത് അതിൻ്റെ ഡിസ്ട്രക്ടറാണ് വർക്ക് ചെയ്യുള്ളൂ. അതായത് ഇപ്പം ഇനി ഏത് ഡിസ്ട്രക്ടർ ഫങ്ഷൻ വർക്കാവും? ബി എന്ന ഡിസ്ട്രക്ടർ ഫങ്ഷൻ വർക്കാവും. ഓക്കെ, അപ്പോൾ ഇവിടെ വെർച്വൽ എന്ന കീവേഡ് കൊടുത്തതുകൊണ്ട് ആ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ തന്നെ ഡിസ്ട്രക്ടേഴ്സ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് വൺ ആപ്ലിക്കേഷൻ ഓഫ് വെർച്വൽ ഡിസ്ട്രക്ടേഴ്സ്. അപ്പോൾ ഇത്രയും ഓർക്കുക. C++ൽ വെർച്വൽ കൺസ്ട്രക്ടേഴ്സ് എന്ന കൺസെപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല, വേറസ് വെർച്വൽ ഡിസ്ട്രക്ടേഴ്സ് എന്ന കൺസെപ്റ്റ് ഫീസിബിൾ ആണ്. അതിനൊരു എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ഓഫ് ഡിസ്ട്രക്ടേഴ്സിൻ്റെ എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വി ക്യാൻ ഹാവ് വെർച്വൽ ഡിസ്ട്രക്ടേഴ്സ് ഡിഫൈൻഡ് ഇൻ ബേസ് ക്ലാസ് സോ ദാറ്റ് അറ്റ് റൺ ടൈമിൽ പോയിന്ററിനകത്ത് ഏത് ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സാണോ ആ പോയിന്ററിൻ്റെ മെമ്മറി ഫ്രീ ചെയ്യും. ഓക്കെ, ഇറ്റ് വിൽ ഫ്രീ ദ മെമ്മറി അലോക്കേറ്റഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ ഒബ്ജക്റ്റ്. Instead of deallocating memory for the base class object, it will check for the current object whose address is allocated to the PTR and it will be freed. Okay, so this is the concept of virtual constructors and destructors.